രാഷ്ട്രീയ മതഭേദമന്യേ ഒരു മനുഷ്യനെ കേരള ജനത നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുകയാണ് 2 ദിവസമായിട്ട്, അതും മരണശേഷം. ഇത്രയും വർഷങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് നീങ്ങി നിന്നിട്ടും ആ മനുഷ്യനോടുള്ള സ്നേഹം, അതിൻ്റെ ഉറവ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ഓരോ രാഷ്ട്രീയ നേതാവും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. എടോ വിജയ, തനിക്കുണ്ടോ ഈ ഭാഗ്യം? തനിക്ക് കിട്ടുമോ ഇങ്ങനൊരു ഭാഗ്യം? താൻ സ്വപ്നത്തിൽ പോലും കാണണ്ട. താനൊക്കെ പോയി കഴിഞ്ഞൊരു പട്ടി പോലും ഉണ്ടാവില്ല ഇവിടെ കരയാൻ. കാരണം അത്രയേറെ താനൊക്കെ കേരളത്തെ ദ്രോഹിച്ചിട്ടുണ്ട്. പ്രളയ ഫണ്ട് പോട്ടെ, പാവം ആ ചൂരൽമുടിയിലെ ജനങ്ങളെ അവരുടെ പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ടില്ലേടോ താൻ? അർഹതപ്പെട്ടവർക്ക് എന്തെങ്കിലും താൻ കൊടുക്കാറുണ്ടോ? ഒരു രാജാവിന് പ്രജകൾക്ക് വേണ്ടി എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയും? ഈ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും? എന്തെല്ലാം മാറ്റങ്ങൾ, എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയും? ജീവിക്കാനുള്ള എന്തെല്ലാം അന്തരീക്ഷങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാൻ കഴിയും? അതിന് പകരമായിട്ട് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി ആത്മഹത്യയുടെ വക്കീൽ നിൽക്കുന്ന അവസ്ഥയാണ് ഈ കേരള ജനത ഇന്ന് അനുഭവിക്കുന്നത്. ഈ സാഹചര്യത്തിനെല്ലാം കാരണം തൻ്റെ ഒരാളുടെ സ്വഭാവം കൊണ്ട് മാത്രമാണ്. ഓരോ മനുഷ്യനും, ഓരോ വ്യക്തിയും ഈ കേരളത്തിൽ എന്ന് പറയുന്നുണ്ടത് പരസ്യമായ രഹസ്യം. തൻ്റെ പാർട്ടിയിലുള്ളവർ വരും പറഞ്ഞു തുടങ്ങിയല്ലോ. താനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടി പോലും വാങ്ങാനുണ്ടാവില്ല. തൻ്റെ പാർട്ടിക്കാർക്ക് പോലും വിഷമം ഉണ്ടാവില്ല. അതിനുള്ള നന്മയൊന്നും താനൊന്നും ചെയ്തിട്ടില്ലടോ. മനസ്സിൽ കുറച്ചൊക്കെ മനുഷ്യത്വം ഉണ്ടെങ്കിൽ താനൊക്കെ മനസ്സിലാക്കണം. VS പോലുള്ള വ്യക്തികളുടെ മരണത്തെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന ഓരോ മനുഷ്യൻ്റെ മനസ്സിലെ വേദനയുണ്ടല്ലോ, അതൊക്കെ താൻ മനസ്സിലാക്കണം. അതാണൊരു മനുഷ്യനെന്ന്. അദ്ദേഹം ഒന്നും പ്രതീക്ഷിക്കാതെ പാർട്ടിക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. അതിൻ്റെ അംഗീകാരമാണ് ജനങ്ങൾ ഇന്ന് ആ മനുഷ്യന് കൊടുക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും അതിനുള്ള വിവരവും തനിക്കൊന്നും ഇല്ലാതെ പോയി. താനൊക്കെ ഓടിയത് പണത്തിൻ്റെ, അധികാരത്തിൻ്റെ പുറകെ മാത്രമാണ്. എത്ര പേരെ ചവിട്ടി അരച്ചായിരിക്കും താനൊക്കെ ആ സ്ഥാനത്തെത്തിയത്? ഒരു 25% താനൊക്കെ ഈ സംസ്ഥാനത്തോട് നീതി പുലർത്തിയിട്ടുണ്ടോ? തന്നെ കൊണ്ടൊക്കെ പറ്റിയിട്ടുണ്ടോ? താനൊന്നും ഒരിക്കലും ഒരു സംസ്ഥാനം ഭരിക്കാൻ അർഹനല്ല. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, ഞാനൊരു മനുഷ്യനല്ലാതായിപ്പോവും. എൻ്റെ ഞരമ്പിലൂടെ ഓടുന്നത് രക്തമല്ലാതായിപ്പോവും. ഒരു മനുഷ്യന് വേണ്ടത് മനുഷ്യത്വമാണ്. അതില്ലെങ്കിൽ അവനെ മൃഗത്തിന് തുല്യമെന്ന് വിളിക്കാം. പക്ഷെ മൃഗം പോലും ഇപ്പോൾ തിരിഞ്ഞു കടിക്കും മൃഗമെന്ന് വിളിച്ചാൽ. കാരണം അതിനുണ്ട് തന്നെക്കാലൊക്കെ മനുഷ്യത്വം. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ 2 വാക്കിൽ ഒതുക്കുകയാണ്. മനുഷ്യനായിട്ട് ജീവിക്കടോ.